ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 3 ആണ്. ഓക്കെ, നോക്കിക്കോളൂ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. GST റിലേറ്റഡ് ആണ്. GST പ്രൊവൈഡ് സീംലെസ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് വിത്തൗട്ട് കാസ്കേഡിങ് എഫക്റ്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GST വരുമ്പോൾ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ അവർ ആ GSTയുടെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഉയർത്തി പറഞ്ഞു വന്നിരുന്നത് ഇറ്റ്സ് വിത്തൗട്ട് കാസ്കേഡിങ് എഫക്റ്റ്. കാസ്കേഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ വാല്യൂ ആഡഡ് ടാക്സിനാണെങ്കിലും നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 10 രൂപയുടെ സാധനം പ്ലസ് നമ്മൾ 1 രൂപയുടെ ടാക്സ് ഇട്ട് 11 രൂപയ്ക്കാകും. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴോ വേറൊരു പ്രോസസ്സിലേക്കോ പോകുമ്പോൾ ഈ 11 രൂപയ്ക്ക് അടുത്ത് അതിൻ്റെ 10% ടാക്സ് വരുന്നു. അപ്പോൾ 1.1 എന്നുള്ള രീതിയിൽ വരുന്നു. അതായത് ടാക്സ് ചാർജ് ചെയ്തിട്ട് അതിൻ്റെ മേൽ ടാക്സ് ചാർജ് ചെയ്തിട്ട് അങ്ങനെ പോകുമ്പോൾ അതിനെയാണ് നമ്മൾ കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. GSTക്ക് അങ്ങനെ ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അത് കറക്റ്റാണ്. GTA സർവീസ് ഈസ് ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ദാറ്റ്സ് ഓൾസോ കറക്റ്റ്. അത് കറക്റ്റാണ്. ക്യാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നീഡ്സ് ടു മേക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് GST. അതായത് GSTയുടെ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അതും ചെയ്യാം. രജിസ്റ്റേർഡ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആർ റിക്വയർഡ് ടു കളക്ട് TDS. രജിസ്റ്റേർഡ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആണ് GST കളക്ട് ചെയ്യുന്നതെന്നാണ്. അങ്ങനെ എല്ലാ TDS എല്ലാവരും കളക്ട് ചെയ്യും. അത് രജിസ്റ്റേർഡ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് തന്നെ ആവണമെന്നില്ല. വിച്ച് വൺ ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? സ്റ്റേറ്റ്മെൻറ്റ് D ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ബാക്കി 3 സെൻറ്റൻസുകളും കറക്റ്റാണ്. രജിസ്റ്റേർഡ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ആർ റിക്വയർഡ് ടു കളക്ട്. ഇവിടെ TDS TDS ആണ് കേട്ടോ. TDS. ഓക്കെ, ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അക്കൗണ്ടിങ് ഈസ് ഡൺ വിത്ത് ഇൻഡക്റ്റീവ് റീസണിങ് ആൻഡ് ഓഡിറ്റിംഗ് ഈസ് ഡൺ വിത്ത് ഡിഡക്റ്റീവ് റീസണിങ്. ഇപ്പോൾ ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എടുക്കുന്നു. ഇപ്പോൾ സപ്പോസ് 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിനകത്തിൽ എ അടങ്ങുന്ന 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എയുടെ പെക്യൂലിയാരിറ്റി, എയുടെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ്. എയുടെ ഫീച്ചേഴ്സ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന് അങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ സ്വഭാവം ഇങ്ങനെ, സോ എ ആ ഗ്രൂപ്പിനകത്തിലുണ്ട്, ആ ഗ്രൂപ്പിലുള്ളവരുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു. അതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. വെറുതെ അങ്ങ് പറയുകയല്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു. ഇനി ആ ഒരു ഗ്രൂപ്പിൻ്റെ പെക്യൂലിയാരിറ്റി, ഒരു ഗ്രൂപ്പിൻ്റെ ഫീച്ചർ, ആ ഗ്രൂപ്പിൻ്റെ ഫീച്ചർ ഇതാണ്, സോ എക്കും അത് തന്നെയായിരിക്കും ഫീച്ചർ എന്ന് പറയുന്നത്. അത് ഡിഡക്ഷൻ ആണ്. ഗ്രൂപ്പിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് ആ പേഴ്സൺ എടുത്ത് ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും മനസ്സിലായല്ലോ. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ ഒരു ആളെ എടുത്തിട്ട് അതിൻ്റെ ഫുൾ പോപ്പുലേഷനിൽ പറയുന്നത്, പോപ്പുലേഷൻ്റെ എടുത്തിട്ട് അതിനകത്തിലുള്ള ഒരു വേരിയബിളിനെ പറ്റി പറയുന്നത് ഡിഡക്റ്റീവ് റീസൺ ആണ്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഇൻഡക്റ്റീവ് റീസണിങ്ങും ഓഡിറ്റിംഗ് ഡിഡക്റ്റീവ് റീസണിങ്ങും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല. അക്കൗണ്ടിംഗ് വർക്ക് ഈസ് ഡൺ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ഇയർ, വേറസ് ഓഡിറ്റിംഗ് നോർമലി ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഇത് ഓക്കെയാണ്. അക്കൗണ്ടിങ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഓഡിറ്റിംഗ് ഒരു വർഷം എൻഡിലായിരിക്കും. നോർമലി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഓഡിറ്റിംഗ് ഇയർ ഓഫ് ദ എൻഡിലാണോ നടക്കുന്നതെന്നല്ല. അപ്പോൾ ആ സെൻറ്റൻസ് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. ചിലപ്പോൾ കണ്ടിന്യൂസ് ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ചെക്കൊക്കെ നടക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? നോർമലി ഡൺ അറ്റ് ദ എൻഡ്. അപ്പോൾ ഈ സെൻറ്റൻസ് ആണ് കറക്റ്റ് പറയുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് ഇൻഡക്റ്റീവ് റീസണിങ് ഡിഡക്റ്റീവ് റീസണിങ് ഒന്നും അത് ആ ഒരു രീതിയിൽ പറയാനുള്ള കാര്യങ്ങളൊന്നും അല്ല. അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ. ഓഡിറ്റിംഗ് വേണമെങ്കിൽ
നമുക്ക് ഇല്ല. അപ്പോൾ ആ സെൻറ്റൻസ് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെൻറ്റൻസ് അല്ല കേട്ടോ. അപ്പോൾ സോ only statement A is true, option A is right. only statement A is true, option A അല്ല സോറി A അല്ലല്ലോ, സോറി A wrong ആണ്. only B is true, only B is true കേട്ടോ. only B is true, A അല്ല, only B is true. both statement true അല്ല, both statement false അല്ല കേട്ടോ. അപ്പോൾ ഓപ്ഷൻ B is true. Then next, which of the following statements are true relating to statutory audit? Statutory audituമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ പറയുന്നതിൽ ഏതാണ്? Statutory audit is an external audit. അത് ശരിയാകാം. Statutory audit is an external audit. Statutory audit may be a partial audit. ഒരിക്കലും statutory audit പാർഷ്യൽ ഓഡിറ്റ് ആകില്ല. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കംപ്ലീറ്റ് ഓഡിറ്റ് തന്നെ ആയിരിക്കും. സ്റ്റാറ്റ്യൂട്ടറി എക്സ്റ്റേണൽ ഓഡിറ്റ് ആയിക്കോട്ടെ, ബട്ട് നെവർ ബി ആൻ പാർഷ്യൽ ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒരിക്കലും പാർഷ്യൽ ഓഡിറ്റ് അല്ല. only statement A is true, അത് ഓക്കെയാണ്. only statement B is true, അത് കറക്റ്റ് വരില്ല. both statements are true വരില്ല. both statement are neither statement A or no statement B is true. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ അല്ല എന്നുള്ളതാണ്. സോ അപ്പോൾ ഓപ്ഷൻ എ only statement A is true എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മളവിടെ നോക്കേണ്ടത് കേട്ടോ. അതായത് സ്റ്റാറ്റ്യൂട്ടറി എക്സ്റ്റേണൽ ഓഡിറ്റ്, ദാറ്റ്സ് ഓൾ. അല്ലാതെ ഒരിക്കലും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പാർഷ്യൽ ഓഡിറ്റ് ആവില്ല. അടുത്ത ഡാഷ് ഇസ് എ കണ്ടിന്യൂസ് ആൻഡ് സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് അക്കൗണ്ടിംഗ്, ഫൈനാൻഷ്യൽ ആൻഡ് അതർ ഓപ്പറേഷൻ ഓഫ് എ കൺസേൺ ബൈ ദ സ്റ്റാഫ് സ്പെഷ്യലി അപ്പോയിന്റഡ് ഫോർ ദ പേർപ്പസ്. ഇത് ഇന്റേണൽ ചെക്ക് ആണോ, ഇന്റേണൽ കൺട്രോൾ ആണോ, ഇന്റേണൽ ഓഡിറ്റ് ആണോ, നൺ ഓഫ് ദ അബവ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്റേണൽ ചെക്ക് ഇപ്പോൾ ക്യാഷ് പേയ്മെന്റ് സിസ്റ്റത്തിലാണെങ്കിലും പർച്ചേസ് ആണെങ്കിലും സെയിൽസ് ആണെങ്കിലും എവറിത്തിങ്, അതായത് ദ വർക്ക് ഓഫ് വൺ പേഴ്സൺ ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ പേഴ്സൺ. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ബാങ്കിൻ്റെയൊക്കെ ക്യാഷ് ഇടപാടുകളൊക്കെ നോക്കുമ്പോൾ അവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും ക്യാഷ് കളക്ട് ചെയ്യുന്നത്. ക്യാഷ് കളക്ട് ചെയ്യുന്ന ആൾ ഒരിക്കലും ഡോക്യുമെൻ്റ് ചെയ്യത്തില്ല. ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യുന്ന ആളും ക്യാഷ് കളക്ട് ചെയ്യുന്ന ആൾ രണ്ടായിരിക്കും. ബിക്കോസ് ക്യാഷിൻ്റെ പേയ്മെൻറ്റ് അവിടുത്തെ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൽ തെറ്റ് വരാൻ സാധ്യത. അതൊരു ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് എഴുതുന്ന ആൾക്കും ക്യാഷ് കളക്ട് ചെയ്യുന്ന ആൾക്കും ഒരുപോലെ തെറ്റില്ലല്ലോ. അതുപോലെ ഇനി അഥവാ ഡെലിബറേറ്റ്ലി ഒരു കളത്തരം കാണിക്കണം എന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്ന ആൾ വിചാരിച്ചാലും ഈ ഡോക്യുമെൻ്റ് സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് അവിടെ ഇല്ല. അപ്പം അതുകൊണ്ട് അത് അത്ര ഈസി അല്ല. അപ്പോൾ ഒരാളുടെ വർക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി അത് ചെക്ക് ചെയ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ എപ്പോഴും ഒന്ന് കോൺഷ്യസ് ആയിരിക്കുക, കോസ്റ്റ് കാര്യങ്ങളൊക്കെ കോൺഷ്യസ് ആയിട്ടിരിക്കുക. ഓക്കെ, അതാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. അവർ ആൻസർ ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. നമുക്കിവിടെ ഇൻറ്റേർണൽ കൺട്രോൾ കൊടുക്കാമായിരുന്നു, എന്നിരുന്നാൽ പോലും ഇപ്പോൾ ആദ്യം സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് അക്കൗണ്ടിങ്ങും ആൻഡ് അതർ ഓപ്പറേഷൻസ് ഓഫ് എ കൺസേൺ ബൈ ദ സ്റ്റാഫ് സ്പെഷ്യലി അപ്പോയിന്റഡ് എന്ന് പറയുമ്പോൾ ആരെയാണ് ഇത് ചെയ്യുന്നത്? ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയും കേട്ടോ. ഇന്റേണൽ ഓഡിറ്റർ അത് ഒരു പേഴ്സണെ പ്രത്യേകം ഇരുത്തി ഈ പരിപാടികൾ, അതായത് സിസ്റ്റമാറ്റിക് റിവ്യൂവും കാര്യങ്ങളൊക്കെ അകത്തുള്ളവർ ചെയ്യുന്നത്. ഈ ഇന്റേണൽ ചെക്ക് ആണെങ്കിലും ഇന്റേണൽ കൺട്രോൾ ആണെങ്കിലും ആ പേഴ്സൺ അവരകത്തുള്ളവർ അവരുടെ വർക്ക്, അതിന് പ്രത്യേകിച്ച് ആളെ ഒന്നും നിർത്തില്ല, അവരുടെ തന്നെ ഒരാളുടെ വർക്ക് മറ്റൊരാളെ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വർക്ക് തന്നെ അയാൾ കോൺഷ്യസ് ആവണം. അയാൾ എന്താണ് ഇതിപ്പോൾ ഇത്രയും എക്സ്പെൻസ് കൂടിപ്പോയോ, സാലറി കൂടിപ്പോയോ, വേജസ് കൂടിപ്പോയോ, പർച്ചേസിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ വില കൂടിപ്പോയോ എന്നൊക്കെ വരുന്നതാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. കൺട്രോൾ ഓൾറെഡി അവരൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കൺട്രോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലായിട്ട് നല്ല വേരിയേഷൻ ഉണ്ടെങ്കിൽ അവർ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്ന ഒരു രീതിയാണ് ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ ഇവിടെ സ്റ്റാഫ് സ്പെഷ്യലി അപ്പോയിന്റഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നു പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ അത് ഉറപ്പായിട്ടും അത് ഇന്റേണൽ ഓഡിറ്റ് ആയിരിക്കും. നമുക്കിത് കേൾക്കുമ്പോൾ ഇത് 3 ഓപ്ഷനും കൺഫ്യൂസിങ് ആയിട്ട് തോന്നാം. അപ്പോൾ അവിടെ കൺസേൺഡ് ബൈ ദ സ്റ്റാഫ് സ്പെഷ്യലി അപ്പോയിന്റഡ് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓഡിറ്റ് ഇസ് ദ ആൻസർ. ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഡിറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഓഡിറ്റ്. ഗവൺമെൻറ് ഓഡിറ്റും കൊമേഴ്ഷ്യൽ ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഗവൺമെൻറ് ഓഡിറ്റ് ഈസ് ഓപ്ഷണൽ വേറാസ് കൊമേഴ്ഷ്യൽ ഓഡിറ്റ് ഈസ് കമ്പൽസറി.
ഒരു ഓഡിറ്റും ഓപ്ഷണൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഗവൺമെൻറ് ഓഡിറ്റ് ഒരിക്കലും ഓപ്ഷണൽ അല്ല. ഗവൺമെൻറ് ഓഡിറ്റ് ഈസ് ഓൾസോ കമ്പൽസറി. There is a preliminary audit in the case of commercial audit. Commercial audit ഒരു preliminary audit ഉണ്ടാവും. Whereas no such auditing, no such ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഡിറ്റിൽ അങ്ങനെ ഒരു പ്രിലിമിനറി ഓഡിറ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതും കറക്റ്റ് അല്ല. രണ്ടിടത്തും ഗവൺമെൻറ് ഓഡിറ്റും കമ്പൽസറിയാണ്. ഗവൺമെൻറ് ഓഡിറ്റിലും പ്രിലിമിനറി ഓഡിറ്റ് ഉണ്ടാകാം. സോ നെയ്തർ സ്റ്റേറ്റ്മെൻറ്റ് or nor statement B is true. എയും കറക്റ്റ് അല്ല, ബിയും കറക്റ്റ് അല്ല എന്നുള്ള ഉത്തരത്തിലാണ്. ഒരിക്കലും ഇപ്പോൾ ഗവൺമെൻറ് ഓഡിറ്റിംഗ് ഒരിക്കലും അത് ഓപ്ഷനല്ല. ഗവൺമെൻറ് ഓഡിറ്റ് പക്കയായിട്ട് നടക്കുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഗവൺമെൻറ് ഓഡിറ്റ് ഓപ്ഷണൽ അല്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഡിറ്റിലും പ്രിലിമിനറി ഓഡിറ്റ് നടത്താം. അപ്പം അതിൽ നോ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നടക്കില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്. എന്താ നെയ്തർ സ്റ്റേറ്റ്മെൻറ്റ് എ നോർ സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് ട്രൂ എന്നുള്ളതാണ്. Dash is an audit carried out after the preparation of financial statement. Financial statement ശേഷം നടക്കുന്ന ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റ്, ആനുവൽ ഓഡിറ്റ്, പീരിയോഡിക്കൽ ഓഡിറ്റ്, all of the above. നമുക്ക് ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് തോന്നുമ്പോൾ ഫൈനൽ ഓഡിറ്റ് എന്ന് തോന്നാം. ബട്ട് all of the above ആണ് ആൻസർ. ആനുവൽ ഓഡിറ്റ് ആണെങ്കിലും പീരിയോഡിക്കൽ ഓഡിറ്റ് ആണെങ്കിലും ഫൈനൽ ഓഡിറ്റ് ആണെങ്കിലും ഒക്കെയും ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ. Dash is type of partial audit which is undertaken for only cash receipts and cash payments. Cash receipts ഉം cash payment മാത്രം നോക്കുന്ന ഓഡിറ്റ് ആണ്. അത് നമുക്ക് സെൽഫ് എക്സ്പ്ലെയിനിങ് ആണ്, നമുക്ക് മനസ്സിലാക്കാം. അതിനകത്തിൽ ക്യാഷ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ കിടപ്പുണ്ട്. അല്ല സ്പെഷ്യൽ ഓഡിറ്റ് അല്ല, അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഓഡിറ്റ് അല്ല, നൺ ഓഫ് ദ അബവ് അല്ല, ക്യാഷ് ഓഡിറ്റ് തന്നെയുണ്ട്. അപ്പോൾ ക്യാഷിൻ്റെ പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്കത് ചിലപ്പോൾ വേണമെങ്കിൽ സ്പെഷ്യൽ ഓഡിറ്റ് ആണോ എന്ന് തോന്നിയേക്കാം. അല്ല, ക്യാഷിൻ്റെ റെസിപ്റ്റ്സും പേയ്മെൻറ്റും മാത്രം നോക്കുകയാണെങ്കിൽ അത് ക്യാഷ് ഓഡിറ്റ് ആണ് കേട്ടോ, ക്യാഷ് ഓഡിറ്റ്. Auditing Assurance Standards AAS deals with ഏതിനകത്തിലാണ്? AA5 എവിഡൻസ് ആണ്. ഇപ്പോൾ ഈ AAS ഇല്ല, അതായത് ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അല്ല, ഇപ്പോൾ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സോ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സോ അങ്ങനെ എന്താണ് ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ക്വാളിറ്റിയാണ് ആദ്യത്തെ വാക്ക്. ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സോ ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ ക്വാളിറ്റി കൺട്രോൾ അല്ല, ക്വാളിറ്റി ഇടയ്ക്ക് ഒരു വാക്കുണ്ട്. ഓക്കെ, അത് പോട്ടെ. ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് 5 പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എവിഡൻസ് ആണ് കേട്ടോ, എവിഡൻസ് ആണ്. AS5 എന്ന് പറയുന്നത് എവിഡൻസ് ആണ് പറയുന്നത്. ബാക്കി AS അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുണ്ട്, അത് പറയുമ്പോൾ മനസ്സിലാവും. ഡാഷ് മീൻസ് ദ എക്സാമിനേഷൻ ഓഫ് സെലക്ടഡ് ഐറ്റംസ് ഇൻ ഡെപ്ത്. ചില സെലക്ടഡ് ഐറ്റംസിനെ ഇൻ ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നു. ഓർ ഇൻ ഡീറ്റെയിൽ ഫ്രം ദ ഒറിജിൻ ഓഫ് ദ ട്രാൻസാക്ഷൻസ് ടു ഫെയർ കൺക്ലൂഷൻസ്. നമ്മൾ ആ കൺക്ലൂഷൻസിൽ ഏറ്റവും നല്ല കൺക്ലൂഷൻസിൽ എത്താൻ വേണ്ടി ഇൻ ഡെപ്തിൽ പഠിക്കുന്ന ഓഡിറ്റിനെ നമ്മൾ, അല്ലെങ്കിൽ അതിനെ നമ്മൾ റൂട്ടീൻ ചെക്കിംഗ് ആണോ, സർപ്രൈസ് ചെക്കിംഗ് ആണോ, ഓഡിറ്റ് ഇൻ ഡെപ്ത് ആണോ, നൺ ഓഫ് ദ അബവ് ആണോ? സോ നമുക്കത് സെൽഫ് എക്സ്പ്ലെയിനിങ് ആണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻ ഡെപ്ത് ആയിട്ടൊരു ഓഡിറ്റിംഗ് പോവുകയാണെങ്കിൽ അതിനെ ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. ഇൻ ഡെപ്ത് ഓർ ഡീറ്റെയിൽ ഫ്രം ദ ഒറിജിൻ മുതലാണ് പറയുന്നത്. ഫെയർ കൺക്ലൂഷൻസ് എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൂടുതൽ ഏറ്റവും എത്രത്തോളം നമ്മളൊരു ക്രോസ് സെക്ഷൻ ചെയ്യുന്നതോറും അത്രത്തോളം നമുക്ക് മനസ്സിലാവില്ല. സോ ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി എ വൗച്ചർ? ഈ താഴെ പറയുന്നതിൽ എന്തൊക്കെ ആയിരിക്കാം വൗച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിനകത്തിലെ മിനിറ്റ്സ് വൗച്ചർ ആകുമോ? കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ്, ഒരു കോൺട്രാക്ട് വൗച്ചർ ആകുമോ? വേജ് ഷീറ്റ് വൗച്ചർ ആകുമോ? വേജ് ഷീറ്റ് വൗച്ചർ ആകാം. ഓൾ ഓഫ് ദ അബവ് ആണോ? വൗച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേയ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്ന ഒരു വൗച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മിനിറ്റ്സിനകത്തിൽ ഇന്ന ഒരു പേയ്മെന്റ് കൊടുത്തു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വൗച്ചർ ആകാം.
മനസ്സിലായില്ലേ? കോൺട്രാക്ട് ഓർ ആ കോൺട്രാക്റ്റിനകത്തിൽ അതിനകത്തൊരു പേയ്മെൻറ്റിൻ്റെ ഒരു പേയ്മെൻറ്റ് കണ്ടീഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ഒരു സപ്പോർട്ടിങ് ആകാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം തോന്നുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ഷീറ്റ് മാത്രമാണെന്ന് തോന്നാം, പക്ഷേ മീൻസ് എനി സപ്പോർട്ടിങ്, അതായത് നമ്മളൊരു പേയ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു ഡോക്യുമെൻറ്റിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഒരു വൗച്ചർ ആവുന്നു എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ്, ഓൾ ഓഫ് ദ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഈ എല്ലാത്തിനെയും, ഈ 4 എണ്ണത്തിനെയും അല്ല ഈ 3 എണ്ണത്തിനെയും നമുക്ക് വൗച്ചറായിട്ട് അംഗീകരിക്കാം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്സ്. കോംപ്ലൈ വിത്ത് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ. ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ് എന്താണ്, ആ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സുമായിട്ട് കോംപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതായത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് പോലെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ടു ഗെറ്റ് ടെക്നിക്കൽ ആൻഡ് ലീഗൽ അഡ്വൈസ് ഈസ് ഓൾസോ ദ ഡ്യൂട്ടി ഓഫ് ദ ഓഡിറ്റർ. ടെക്നിക്കലും ലീഗലുമായിട്ട് ഒരു അഡ്വൈസ് കിട്ടുക എന്ന് പറയുന്നതും ഒരു ഓഡിറ്ററിന്റെ ഡ്യൂട്ടി ആണോ? ദാറ്റ്സ് നോട്ട് ഡ്യൂട്ടി, ഇറ്റ്സ് എ റൈറ്റ്. അത് ഓഡിറ്റിന്റെ റൈറ്റ് ആണ്, അത് ഓഡിറ്റിന്റെ ഡ്യൂട്ടി അല്ല. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ഒത്തുചേർന്ന് വർക്ക് ചെയ്യണം എന്നുള്ളത് ഓഡിറ്റിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ലീഗൽ അഡ്വൈസോ ടെക്നിക്കൽ അഡ്വൈസോ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററിനെ സംബന്ധിച്ചുള്ള ഒരു ഓഡിറ്ററിന്റെ റൈറ്റ് ആണ്, റൈറ്റ്. ഓക്കെ, സോ only statement A is true, only statement B is true. No, അപ്പോൾ അവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ only statement A is true. A മാത്രമാണ് അതിനകത്തിൽ ട്രൂ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ only statement A is true, only statement A is true. Option A is the right answer. Which of the following transaction will increase the bank balance in a cash book? താഴെ പറയുന്നതിൽ എന്തായിരിക്കും ബാങ്ക് ബാലൻസിനെ കൂട്ടുന്നത്? ഇൻ ക്യാഷ് ബുക്ക് പോട്ടെ, അത് ക്യാഷ് ബുക്കിലാണെങ്കിൽ ബാങ്ക് ബാലൻസ് ബാങ്കിൽ കൂടിയാലേ അല്ല, അത് ചില സംഭവങ്ങളുണ്ട്, അത് പോട്ടെ. ബാങ്ക് ബാലൻസ് കൂട്ടുന്നത് എന്താണ് എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻ എ, സാലറി പെയ്ഡ് ബൈ ചെക്ക്. സാലറി പെയ്ഡ് ബൈ ചെക്ക്, സാലറി പേ ചെയ്താൽ ചെക്കിലൂടെ കൊടുത്താൽ നമ്മൾ ബാങ്കിൽ നിന്ന് പോയി അപ്പം തന്നെ എഴുതി വെക്കും, അത് കുറയുക ചെയ്യുന്നത്. നമുക്ക് എന്താ വേണ്ടത്? ഇൻക്രീസ്. അപ്പം ട്രാൻസാക്ഷൻ എ അല്ല. റിസീവ്ഡ് ചെക്ക് ആൻഡ് ഡെപ്പോസിറ്റഡ് ആൻഡ് ഡിസോണേർഡ്. നമുക്കൊരു ചെക്ക് കിട്ടി, അപ്പോൾ എന്ത് ചെയ്യുന്നു? ബാങ്കിൽ എന്ത് ചെയ്തു? പൈസ കൂടി. ഡിസോണേർഡ്, ആ ചെക്ക് ബൗൺസ് ആയി, അപ്പോൾ എന്ത് ചെയ്തു? ഒരു ഇഫക്റ്റും വന്നില്ല, ഒരു ഇഫക്റ്റും. അപ്പോൾ ട്രാൻസാക്ഷൻ ബിയും അല്ല. ബിയും എയും ബിയും ആലോചിച്ചാലും ബാങ്കിലെ പൈസ കൂടുതലായിട്ട് ക്യാഷ് ബുക്കിൽ വരില്ല. Transaction A is true, transaction B is true, transaction A and transaction B are true. None of the above is the answer. ഇത് രണ്ടാണെങ്കിലും എന്ത് ചെയ്യാൻ പോകുന്നില്ല? ബാങ്ക് ബാലൻസ് കൂട്ടാനായിട്ട് പോകുന്നില്ല. രണ്ടും ബാങ്ക് ബാലൻസിനെ കൂട്ടുന്നതല്ല. Pick out the most accurate statement from the following. ഉണ്ടോ? അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? റോങ് സ്റ്റേറ്റ്മെന്റ്, ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ മോസ്റ്റ് ആക്യുറേറ്റ്, cash balance may have either debit or credit balance. Bank balance may have either debit or credit balance. This is right. B ശരിയാണ്. പക്ഷെ ബാങ്കിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ വരാം. പക്ഷേ ക്യാഷ് ബാലൻസിന് നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ, ക്യാഷ് ബാലൻസിന് ഒരിക്കലും എന്ത് ബാലൻസ് വരില്ല? ക്രെഡിറ്റ് ബാലൻസ് വരില്ല. ബിസിനസിൻ്റെ വ്യൂ പോയിന്റിലാണ് ഇല്ലാത്ത ക്യാഷ് നമ്മൾ എങ്ങനെ കൊടുക്കും? നമ്മുടെ കയ്യിൽ സീറോ ആവാം, അതായത് നമ്മുടെ ക്യാഷ് സീറോ ആവാം. ക്യാഷ് എങ്ങനെ മൈനസ് ആവും? ഒരിക്കലും ഇല്ലാത്ത ക്യാഷ് എൻ്റെ കയ്യിൽ മൈനസ്. ഇപ്പം കടം, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എനിക്ക് 10 രൂപ കടം ഉണ്ടെന്നാണെങ്കിൽ ആ കടം ഞാൻ കൊടുക്കണമെങ്കിൽ ഓൾറെഡി എനിക്ക് 10 രൂപ വരണം, എന്നിട്ടല്ലേ ആ കടം തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ക്യാഷിന് മൈനസോ ക്രെഡിറ്റ് ബാലൻസോ വരില്ല. ബാങ്കിൽ വരാം. ഇപ്പം നമ്മുടെ കയ്യിൽ സീറോ ആണെങ്കിൽ നമുക്ക് പലർക്കും ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ATM കാർഡിൻ്റെ പേയ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ സീറോ ആണെങ്കിൽ ബാങ്ക് ബാലൻസ് നെഗറ്റീവ് ആവാം. അല്ലെങ്കിൽ ബാങ്കിൻ്റെ ലോണ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബാങ്കിൻ്റെ ലൈബിലിറ്റി പോർഷൻ വരണമെന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ എ ഒരു കാലത്ത് ഒന്നും അത് സംഭവിക്കാറേ ഇല്ല. ഒരിക്കലും
ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് വരില്ല. ക്യാഷ് ഹാവിങ് ഓൺലി ഡെബിറ്റ് ബാലൻസ്. സീറോ ബാലൻസും വന്നാൽ പോലും ക്രെഡിറ്റ് ബാലൻസ് വരില്ല. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സെയിൽസ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ. സെയിൽസ് ലെഡ്ജർ ആണ്, സെയിൽസ് അക്കൗണ്ട് അല്ല. സെയിൽസ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ റൈറ്റിംഗ് സെയിൽസ് അക്കൗണ്ട്, പ്രിപ്പയറിംഗ് റിട്ടേൺ ഔട്ട്വേർഡ് അക്കൗണ്ട്. ഇത് സെയിൽസ് അക്കൗണ്ട് എഴുതാനാണോ എങ്കിൽ പിന്നെ സെയിൽസ് അക്കൗണ്ട് എഴുതിയാൽ പോരെ. പ്രിപ്പയറിംഗ് റിട്ടേൺ ഔട്ട്വേർഡ് അക്കൗണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ സെയിൽസ് റിട്ടേൺ അല്ല, പർച്ചേസ് റിട്ടേൺ. റിട്ടേൺ ഔട്ട്വേർഡ് അല്ലേ, വാങ്ങിച്ച സാധനങ്ങളിലെ നമ്മൾ റിട്ടേൺ. അപ്പോൾ ഇത് റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ അല്ല, ഇത് രണ്ട് എഴുതാനുമല്ല. സെയിൽസ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേയ്മെൻറ്റുകൾ എഴുതാനാണ്. തിരിച്ച് ഒരാൾ ഇത്ര പേയ്മെൻറ്റ് തന്നു, ഇത്ര പോയി. പേയ്മെൻറ്റ് ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ ആ ഓരോ പേഴ്സൺസും വന്ന് പേയ്മെൻറ്റ് എത്ര തന്നു കൊടുത്തു, അതിലെന്തെങ്കിലും ഡിസ്പാരൻസി ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് സെയിൽസ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ സെയിൽസ് അക്കൗണ്ട് എഴുതാനോ അവിടെ റിട്ടേൺസ് എഴുതാനോ ഒന്നുമല്ല. സോ നൺ ഓഫ് ദ അബവ് ഇസ് ദ ആൻസർ. ഓക്കെ, സെയിൽസ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോരോ ആൾക്കാരുടെ പേരിൽ ഇത്രയ്ക്ക് വാങ്ങിച്ചു, ഇത്ര തന്നു, പിന്നെ ഇത്ര വാങ്ങിച്ചു, ഇത്ര തന്നു, അങ്ങനെ എഴുതി വെക്കാനാണ് സെയിൽസ് ലെഡ്ജർ എഴുതുന്നത്. അല്ലാതെ സെയിൽസ് അക്കൗണ്ട് എഴുതാനല്ല. ക്രെഡിറ്റ് ക്യാഷ് ഇത് എന്താണ് ക്യാഷ് സെയിൽസ് ഒന്നും അവിടെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നില്ല. ഐഡന്റിഫൈ ദ ഹയറാർക്കി ഓഫ് ഐറ്റംസ് ബാലൻസ് ഷീറ്റ് ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഈ 4 സാധനങ്ങളുടെയും ലിക്വിഡിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ലിക്വിഡിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ റാങ്ക് ചെയ്യുക. ഇതിനകത്തിൽ ഏറ്റവും പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സാധനം ഏതാണ്? ക്യാഷ് ഇല്ല, ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ക്യാഷ് എഴുതിയാണ്. ഡെറ്റേഴ്സ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നത് ഡെറ്റേഴ്സ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നത് ബിൽസ് റിസീവബിൾ ആണ്. അതിനുശേഷം ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സ്റ്റോക്കാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഏറ്റവും ലാസ്റ്റ്. അപ്പം സോ 1, 2, 3 1, 2, 4, 3 1, 2 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. 1, 2, അത് കഴിഞ്ഞിട്ട് 4, അത് കഴിഞ്ഞിട്ട് 3. 1, 2, 4, 3 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഐഡന്റിഫൈ ദ ട്രൂ ഇമ്പാക്റ്റ് ഇൻ റിലേറ്റിംഗ് ടു അഡ്ജസ്റ്റഡ് പർച്ചേസ്. അപ്പം ആ ഇമ്പാക്റ്റ് എന്താണെന്ന് പറയുന്ന മുമ്പേ അഡ്ജസ്റ്റഡ് പർച്ചേസ് പറയാം. അഡ്ജസ്റ്റഡ് പർച്ചേസ് പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം. നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാം. ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിനകത്തിൽ ഒബ്വിയസ്ലി ട്രേഡിംഗ് അക്കൗണ്ടിനകത്തിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവും അല്ലേ. അതായത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് അതൊരു ട്രേഡിംഗ്, അതായത് ഒരു ഇൻകം എക്സ്പെൻഡിച്ചർ എഴുതുന്ന ഒരു അക്കൗണ്ടിനകത്തിൽ എന്തുകൊണ്ട് അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ആൻ അസെറ്റ് അല്ലേ, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ എടുക്കുന്നത് കൊണ്ടും ഈ വർഷം ബാലൻസ് വന്നതുകൊണ്ടാണ് അവിടെ വരുന്നത്. ഇനി അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസസ്, അതിൽ നിന്ന് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, എന്നിട്ട് ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് പർച്ചേസിനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. വെറുതെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊന്നും പറഞ്ഞ് കാണിക്കുന്നില്ല. പർച്ചേസ് ചെയ്തതിൽ ഇത്ര, ഈ വർഷം മൊത്തം പർച്ചേസ് ചെയ്തിട്ട് ബാക്കി ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര ബാലൻസ് ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇത്രയും കൂടെ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റഡ് പർച്ചേസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കാണില്ല. അതേസമയം ഒറ്റ കാര്യമുള്ളൂ, അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് വെച്ചിട്ട് ആ പർച്ചേസിൻ്റെ ഒരു ഫിഗർ മാത്രം നോട്ട് ചെയ്യും, ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ കാണില്ല. അപ്പം ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് അഡ്ജസ്റ്റഡ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് പർച്ചേസ്. വേറെ ഒന്നുമില്ല, അഡ്ജസ്റ്റഡ് പർച്ചേസ് മീൻസ് പർച്ചേസിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ട്രൂ ഇമ്പാക്റ്റ്: നോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ ട്രയൽ ബാലൻസ്. Closing stock appears in balance sheet and trial balance. Opening stock or closing stock or trial balance nagatile kaanilla. Ini closing stock appears in balance sheet and in trial balance. So ഇതിനകത്തിൽ ഇമ്പാക്റ്റ് ബി ആണ് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് കാണും,
മനസ്സിലായോ? ക്ലോസിംഗ് സ്റ്റോക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്കിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ആ വർഷം എടുത്തു യൂസ് ചെയ്ത് തീർന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് അപ്പിയേഴ്സ് ഇൻ ബാലൻസ് ഷീറ്റ് ആൻഡ് ട്രയൽ. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിലും ട്രയൽ ബാലൻസ്, അല്ലാതെ ട്രയൽ ബാലൻസിനകത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഇമ്പാക്റ്റ് കറക്റ്റ് അല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിലും ട്രയൽ ബാലൻസിനകത്തിലും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും അഡ്ജസ്റ്റഡ് പർച്ചേസ് ഇല്ല, അവിടെ പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇല്ലെന്നേ ഉള്ളൂ അത്. പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്ത് നമ്മളൊരു ബാലൻസ് ഉണ്ടല്ലോ, അവിടെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അതവിടെ ട്രയൽ ബാലൻസിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിലും കാണിക്കണം ഉണ്ട് എന്നുള്ളതാണ്. ഇമ്പാക്റ്റ് ബി. സോ ബി, ഓപ്ഷൻ ബി, ഇമ്പാക്റ്റ് ബി ഈസ് ട്രൂ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റംസ് വിൽ ക്രിയേറ്റ് അറ്റ് 100 ലെവൽ ഓഫ് ആക്യുറസി? നമുക്ക് 100 ലെവൽ ഓഫ് വളരെ ആക്യുറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന 100% ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നുള്ളതാണ്. റിസർവ്, പ്രൊവിഷൻ, ബോത്ത് ആൻഡ് ബി, നൺ ഓഫ് ദ അബവ്. നമുക്കറിയാം റിസർവും പ്രൊവിഷനും. പ്രൊവിഷൻ എന്താണ്? റിസർവിന്റെ ഒരു ഇതെന്താണ്? ദേ ആർ സെറ്റ് അസൈഡ് ഫോർ അൺനോൺ ലയബിലിറ്റി. ഭാവിയിൽ എന്തെങ്കിലും അൺനോൺ ലയബിലിറ്റി വന്നേക്കാം എന്ന് കരുതി മാറ്റി വെക്കുന്ന ഫിഗറാണ് റിസർവ്സ് എന്ന് പറയുന്നത്. ദേ ആർ അപ്പോർഷൻമെന്റ് പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിന്റെ പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിസർവ്സ് ആണ്. അപ്പോൾ ആ റിസർവ് ഇപ്പം കണ്ടിജൻസി റിസർവ്, ജനറൽ റിസർവ്, പല ടൈപ്പ് റിസർവ് ഉണ്ട്. ഈ റിസർവ് ഒക്കെ ജനറൽ റിസർവ് ഒക്കെ വെച്ചിട്ട് ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് റിസർവ് അത് വെച്ച് ഒരാൾക്ക് ആക്സിഡൻറ്റ് വന്നാൽ ഇത്രയും ഫിഗർ നമുക്ക് അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കും, ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതിന് അത്ര 100%. പക്ഷെ പ്രൊവിഷൻസ് ആർ സെറ്റ് അസൈഡ് ഫോർ നോൺ ലയബിലിറ്റി, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ കണ്ടിജന്റ് ലയബിലിറ്റി ലൈക്ക് ദാറ്റ്, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ പ്രൊവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും കാര്യം. ഇപ്പം ഇതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഇന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഡെറ്റേഴ്സ്, നമുക്കൊരു 10,000 റുപ്പീസിന് ഡെറ്റേഴ്സ് ഉണ്ട്, അതിൽ 2,000 റുപ്പീസ് തരാനുള്ള ഒരാൾ നമ്മളെ മിക്കവാറും തരാനായിട്ട് സാധ്യതയില്ല. അതങ്ങനെ തന്നെ സംഭവിക്കും. നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് 2,000 രൂപ മാറ്റി വെക്കും. പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചാർജ് അഗെയിൻസ്റ്റ് പി ആൻഡ് എൽ അക്കൗണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ലാഭം ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല നമ്മൾ വയ്ക്കുന്നത്, അത് ഒരു എക്സ്പെൻസ് പോലെ തന്നെ എഴുതി അങ്ങ് വിടുകയാണ്. അത് രണ്ടുമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. റിസർവ് എന്ന് പറയുന്നത് അപ്പോർഷൻമെന്റ്, പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാറ്റുന്നതും പ്രൊവിഷൻ പ്രോഫിറ്റ് കിട്ടുന്നതിന് മുമ്പ് മാറ്റുന്നതാണ്. അതിൻ്റെ ജനറൽ റിസർവ് എന്ന് പറയുന്നത് ഫോർ അൺനോൺ ലയബിലിറ്റിയും പ്രൊവിഷൻ ഫോർ നോൺ ലയബിലിറ്റിയും. ഈ രണ്ട് റീസൺ ആയതുകൊണ്ട് തന്നെ 100% ലെവൽ ആക്യുറസിയിൽ ചെയ്യാൻ പറ്റുന്നത് പ്രൊവിഷൻ ആണ് കേട്ടോ. ഇൻഫേർഡ് ഗുഡ്വിൽ മീൻസ്, ഇൻഫേർഡ് ഗുഡ്വിൽ എന്ന് വെച്ചാൽ നമുക്ക് കൂടെ കിട്ടുന്ന ഗുഡ്വിൽ, നമ്മൾ പെർച്ചേസ്ഡ് ഗുഡ്വിൽ അല്ല, കാൽക്കുലേറ്റഡ് ഗുഡ്വിൽ അല്ല. സോ അതിനെ നമ്മൾ ഹിഡൻ ഗുഡ്വിൽ, ഹിഡൻ ഗുഡ്വിലിന്റെ വേറൊരു പേരാണ് ഇൻഫേർഡ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഫേക്ക് ഗുഡ്വിൽ അല്ല, ഹിഡൻ ഗുഡ്വിൽ ആണ്. ഇഫ് ദ ഗുഡ്വിൽ റൈസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം, എന്ത് ചെയ്യുന്നു? ഗുഡ്വിൽ ഫേമിൻ്റെ ബുക്കിൽ റൈസ് ചെയ്തിരിക്കുന്നു, അതായത് ഫേമിൻ്റെ ബുക്കിൽ ഗുഡ്വില്ലിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലേറ്റർ റിട്ടേൺ ഓഫ് ഡ്യൂറിങ് ദ അഡ്മിഷൻ ദ നെറ്റ് ഗുഡ്വിൽ ക്രെഡിറ്റഡ് ടു, അതായത് അഡ്മിഷൻ സമയത്ത് ലേറ്റർ അത് പിന്നീട് റൈറ്റ് ഓഫ് ചെയ്തു. ലേറ്റർ ഡ്യൂറിങ് ദ അഡ്മിഷൻ ദ നെറ്റ് ഗുഡ്വിൽ ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഇപ്പോൾ ഒരു അഡ്മിഷൻ, ഇവിടെ ഡ്യൂറിങ് അഡ്മിഷൻ എന്ന് പറയുന്ന അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നെറ്റ് ഗുഡ്വിൽ ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് കിട്ടുന്ന ഗുഡ്വിൽ ഷെയർ എങ്ങനത്തതായിരിക്കും, അല്ലെങ്കിൽ അത് ഏത് റേഷ്യോയിലായിരിക്കും? സാക്രിഫൈസിങ് റേഷ്യോ, ഗെയിനിങ് റേഷ്യോ എന്നാണ് കേട്ടോ. ഗെയിനിങ് റേഷ്യോ ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. അഡ്മിഷൻ സമയത്ത് ഗെയിനിങ് റേഷ്യോ ഒന്നുമില്ല, ഒൺലി സാക്രിഫൈസിങ് റേഷ്യോ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ആലോചിച്ചില്ലെങ്കിലും നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ദർ ഈസ് ഓൺലി സാക്രിഫൈസിങ് റേഷ്യോ. പുതിയൊരാൾ വരുമ്പോൾ അയാൾക്ക് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ കട്ട് ചെയ്തിട്ടല്ലേ അയാൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ സോ ദർ ഈസ് ഓൺലി സാക്രിഫൈസിങ് റേഷ്യോ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റീവാലുവേഷൻ അക്കൗണ്ട് ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും. റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നടക്കുമ്പോഴാണ്. പാർട്ട്ണർഷിപ്പ് ഫേം ലൈക്ക് അഡ്മിഷനോ റിട്ടയർമെൻറ്റോ ഡെത്തോ ഒക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ റീവാലുവേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും ആ ബിസിനസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. പിടികിട്ടിയോ?
റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. അവിടെ പിന്നെ ബിസിനസ് ഇല്ല. ദേ ആർ ഗോയിങ് ടു വൈൻഡ് അപ്പ് ദ പാർട്ണർഷിപ്പ്. ആ പാർട്ണർഷിപ്പിനെ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു നോമിനൽ അക്കൗണ്ടാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് വരുമ്പോഴാണ് എന്താ ഉണ്ടാക്കുന്നത്, റീവാലുവേഷൻ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഫസ്റ്റ് ഇസ് റീവാലുവേഷൻ ഇസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, കറക്റ്റ് ആണ്. Later is prepared at the time of dissolution. Option A is very correct, true. First is prepared at the time of retirement, true. And later is prepared at the time of insolvency of partner. ഇവിടെ അവിടെ ഒരു ചെറിയൊരു പോയിന്റ് ഓഫ് വ്യൂവിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടെ റിട്ടയർമെന്റും അഡ്മിഷനും സമയത്ത് തന്നെയാണ് റീവാലുവേഷൻ ഉണ്ടാക്കുന്നത്, ഡിസൊല്യൂഷൻ സമയത്ത് തന്നെയാണ് റിയലൈസേഷൻ ഉണ്ടാക്കുന്നത്. ഇൻസോൾവൻസി സമയത്ത് റിയലൈസേഷൻ പ്രിപ്പയർ ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യനകത്തിൽ സപ്പോസ് എ ബി രണ്ട് പേരുണ്ട്. ഇഫ് ബി ബിക്കം ഇൻസോൾവൻറ്റ്, ബി ഇൻസോൾവൻ്റ് ആയി എന്ന് വിചാരിച്ചു, അവിടെ പിന്നെ എക്ക് മാത്രമായിട്ട് അവിടെ പാർട്ണർഷിപ്പ് നടത്താൻ പറ്റുമോ? ആ ബിസിനസ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് വിട്ടു, പിന്നെ എക്ക് ഒറ്റയ്ക്ക് നടത്താം. അവിടെ ഡിസൊല്യൂഷൻ സംഭവിച്ചു, റിയലൈസേഷൻ ചെയ്തു. മനസ്സിലായോ? ഡിസൊല്യൂഷൻ സംഭവിച്ചാലേ. ഇനി കൺസിഡർ അനദർ എക്സാമ്പിൾ, എ ബി സി. ബി ബിക്കം ഇൻസോൾവെന്റ്, അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് എക്കും സിക്കുമായിട്ട് ആ ബിസിനസ് റൺ ചെയ്യാം, മുന്നോട്ട് പോകാം. അവർക്ക് ഓക്കെ ആണെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകാം. എങ്കിൽ ബിയുടെ ഇൻസോൾവൻസി കൊണ്ട് അവിടെ എന്ത് ചെയ്യണമെന്നില്ല, ഡിസൊല്യൂഷൻ ആവണം എന്നില്ല. അതുകൊണ്ട് തന്നെ റിയലൈസേഷൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിന് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി വേണമായിരുന്നു. പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻസോൾവൻസി ഓഫ് പാർട്ണർ ദാറ്റ് മെൻ ടു ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഇൻസോൾവൻസി ഓഫ് പാർട്ണർ ആയതുകൊണ്ട് അവിടെ ഡിസൊല്യൂഷൻ വരികയാണെങ്കിൽ റിയലൈസേഷൻ. ഇവിടെ ഇൻസോൾവൻസി ഓഫ് പാർട്ണർ വന്നിട്ട് ഡിസോൾവ് ആയില്ലെങ്കിൽ, ഡിസൊല്യൂഷൻ ആയില്ലെങ്കിൽ അവിടെ റിയലൈസേഷൻ പ്രിപ്പയർ ചെയ്യില്ല. അപ്പോൾ റിയലൈസേഷൻ എപ്പോൾ മാത്രമേ, നിങ്ങൾ ആലോചിക്കുക, റിയലൈസേഷൻ ഓൺലി അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ. അപ്പോൾ ഇവിടുത്തെ ഇത് പ്രകാരം, ഇവിടുത്തെ ആൻസർ വെച്ചിട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിവാലുവേഷൻ ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ അബവ്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് ഈ ഓപ്ഷൻ എ ആണ്. ഞാൻ ഇതിൻ്റെ ആൻസർ കീ വേറെ ഒരിടത്ത് ഈ ബോത്ത് എ ആൻഡ് ബി എന്ന് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോത്ത് എ ആൻഡ് ബി ഇട്ടതിൻ്റെ ഒരു റീസൺ ഇൻസോൾവൻസി കാരണം ഡിസോൾവ് ആകും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഇൻസോൾവൻസി കാരണം ഡിസോൾവ് ആയാൽ റിയലൈസേഷൻ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സി കറക്റ്റ് ആവും. പക്ഷെ അതർവൈസ് ഇപ്പം ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതായത് ഡിസൊല്യൂഷൻ സമയത്താണ് റിയലൈസേഷൻ ചെയ്യുന്നത്. രണ്ട് ആൻസർ എന്ന് പറഞ്ഞല്ല, ഈ പർട്ടിക്കുലർ സെൻറ്റൻസിൽ ഈ സെൻറ്റൻസ് മാത്രം എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് റൈറ്റ്. ഓക്കെ. പക്ഷെ ചില കേസിൽ ഇൻസോൾവൻസി സംഭവിക്കുമ്പോൾ കൂടെ ഡിസൊല്യൂഷൻ കൂടെ സംഭവിച്ചു പോകും. ഇൻസോൾവൻസി അറിയാമല്ലോ, ഫൈനാൻഷ്യലി ലയബിലിറ്റീസ് അസറ്റ്സിനേക്കാളും മുകളിൽ ലയബിലിറ്റീസ് ആവുന്ന അവസ്ഥയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻസോൾവൻസി വന്നു കഴിഞ്ഞാൽ ചില പാർട്ണർഷിപ്പ് ഫേം ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതിയിരിക്കുന്നത്. ടെക്നിക്കലി ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ് ആൻസർ. സാക്രിഫൈസിങ് ആൻഡ് ഓൾഡ് റേഷ്യോ വിൽ ബി ഈക്വൽ. സാക്രിഫൈസിങ് റേഷ്യോയും ഓൾഡ് റേഷ്യോയും എപ്പോഴാണ് ഈക്വൽ? അത് പ്രോബ്ലം ഒക്കെ ചെയ്ത് എന്താണ്, when new partner will get a share of total profit. Suppose A, B sharing profit and A, B sharing profit and loss in the ratio of 3:2. മൊത്തം 5 ഷെയർ, അതിൽ 3 ഷെയർ എക്കും 2 ഷെയർ ബിക്കും. C is admitted for 1/4 ഷെയർ. ഇങ്ങനെ തരികയാണ്. അതായത് ഫ്യൂച്ചറിൽ സിക്ക് 1/4 ഷെയർ കിട്ടും, സിക്ക് 1/4 ഷെയർ കിട്ടും. അപ്പോൾ അതായത് ഇനിയുള്ള ഫ്യൂച്ചറിൽ മൊത്തം ലാഭത്തിൻ്റെ ആദ്യം 1/4 പ്രോഫിറ്റ് സിക്ക്, ബാക്കിയുള്ളത് റിമൈനിങ് പ്രോഫിറ്റ് എത്രയാ? 3/4. ബാക്കി 4 കട്ട് ചെയ്തതിൽ 3 ഇരിപ്പുണ്ട്. അത് എയും ബിയും കൂടെ അവരെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുക്കും.
ഇങ്ങനത്തെ സിറ്റുവേഷനിലാണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോയും ഓൾഡ് റേഷ്യോയും സെയിം ആയിരിക്കും. അല്ലാതെ സി എയുടെ ഇത്ര ബിയുടെ ഇത്ര, അല്ലെങ്കിൽ എ ഇത്ര വിട്ടുകൊടുത്തു ബി ഇത്ര വിട്ടുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് തന്നിരുന്നാൽ സാക്രിഫൈസിങ് റേഷ്യോ മാറും. അല്ലെങ്കിൽ പുതിയ A:B:C ന്യൂ റേഷ്യോ 1:1:1 ആയിരിക്കും എന്ന് പറഞ്ഞ് തന്നാലും അവിടെയും സാക്രിഫൈസിങ് റേഷ്യോ ചേഞ്ച് ആവും. അപ്പോൾ അതാണ് ഓപ്ഷൻ എ. ന്യൂ പാർട്ണർ വിൽ ഗെറ്റ് എ ഷെയർ ഓഫ് ടോട്ടൽ പ്രോഫിറ്റ്. അതായത് പുതിയ പാർട്ണറിന് ടോട്ടൽ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ കിട്ടുന്നു എന്ന് പറയുമ്പോഴാണ് ഓൾഡ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും സെയിം ആവുന്നത്. ന്യൂ പാർട്ണർ വിൽ ഗെറ്റ് എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഡിഫറെന്റ് പാർട്ണേഴ്സ് പ്രോഫിറ്റ് ആണെങ്കിൽ ഒരിക്കലും വരില്ല. എയുടെ ഇത്ര ബിയുടെ ഇത്ര ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ വരില്ല. ന്യൂ പാർട്ണർ വിൽ ഗെറ്റ് എ പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഡിഫറെന്റ്, അത് വരില്ല. സോ ഓപ്ഷൻ എ, ന്യൂ പാർട്ണർ വിൽ ഗെറ്റ് എ ഷെയർ ഓഫ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റിന്റെ ഷെയർ ആ പോർഷൻ കിട്ടുമ്പോഴാണ് ഇത് വരുന്നത് കേട്ടോ. ന്യൂ പാർട്ണർ വിൽ ഗെറ്റ് എ ഷെയർ ഓഫ് ടോട്ടൽ പ്രോഫിറ്റ്. ഐഡന്റിഫൈ ഓഡ് വൺ which is following not correct with regard to principle of business ethics. ബിസിനസ് എത്തിക്സിന്റെ വ്യൂ പോയിന്റിൽ ഇതിനകത്ത് നിന്ന് വരാത്തത് ഏതാണ്? ഓക്കെ, വിച്ച് ഈസ് നോട്ട് കറക്റ്റ് വിത്ത് റിഗാർഡ് ടു പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. സ്റ്റാൻഡർഡൈസേഷൻ ആണോ, വർക്കബിൾ ആണോ, ഡ്രിവൺ ഫ്രം ടോപ്പ് ലെവൽസ് ആണോ, ഡ്രിവൺ ഫ്രം ലോവർ ലെവൽസ് ആണോ? ഒരിക്കലും. ഇപ്പം നിങ്ങൾ ഒരു സാധാരണ ഒരു ഓഫീസിൽ നോക്കി, ആ ഓഫീസിലെ എംപ്ലോയീസിന് കൃത്യമായിട്ട് ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അവരുടെ എൻവയോൺമെൻറ്റ്, അവരുടെ സാലറി കൃത്യമായിട്ട് കിട്ടുക, അവരുടെ ഇൻസെൻറ്റീവ്സ് കൃത്യമായിട്ട് കിട്ടുക, അവരുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് നീറ്റായിരിക്കുക, അവർ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് വേജ് കിട്ടുക, ഇതൊക്കെ ലോവർ ലെവലിൽ നിന്ന് പോയിട്ട് കാര്യമുണ്ടോ? എപ്പോഴും ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് എവിടെ നിന്ന് തന്നെയാണ് വരേണ്ടത്? ഡ്രിവൺ ഫ്രം ദ ടോപ്പ് ലെവൽ. ഇതൊക്കെ ടോപ്പ് ലെവൽ അവരുടെ ബിസിനസ്സിനൊന്ന് എക്സ്ക്ലൂസീവായിട്ട് നിർത്തണം, അവർ കോർപ്പറേറ്റ് ഗവർണൻസ് എന്നെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നെങ്കിൽ മാത്രമാണ്, ബിസിനസ് എത്തിക്സിനെ പറ്റി ചിന്തിച്ചാൽ മാത്രമേ. ഇപ്പം ടോപ്പ് ലെവലിൽ അവർക്കൊരു എത്തിക്സ് ഇല്ലാതെ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ താഴെ ഈ ലോവർ ലെവലിൽ നിന്ന് മേളിലോട്ടാണോ എത്തിക്സ് പോകുന്നത്? അല്ല, അവിടെ താഴെയുള്ളവർക്കും അല്ലെ ലോവർ ലെവലിലുള്ളവർക്കും വേണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ബിസിനസ് എത്തിക്സ് ഓൾവേസ് വരേണ്ടത് എവിടെ നിന്നാണ്? ടോപ്പ് ലെവലിൽ നിന്നാണ്. അങ്ങനെ വന്നാലേ നമുക്ക് ലോവർ ലെവലിൽ അത് ഇമ്പാക്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഇതിനകത്തിൽ നോട്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഡ്രിവൺ ഫ്രം ലോവർ ലെവലാണ്. അത് ഒരിക്കലും ലോവർ ലെവലിൽ നിന്നല്ല വരേണ്ടത്, ടോപ്പ് ലെവലിൽ നിന്നാണ്. അപ്പോൾ സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദ വേർഡ് എത്തിക്സ് ഹാസ് ഒറിജിനേറ്റഡ് ഫ്രം, പല വാക്കുകളും ഇത് ഏതിൽ നിന്നാണ് ഒറിജിനേറ്റഡ്? അത് ലാറ്റിൻ വേർഡായിട്ടുള്ള എത്തിക്കോസിൽ നിന്നാണോ, ഗ്രീക്ക് വേർഡായിട്ടുള്ള എത്തിക്കോസിൽ നിന്നാണോ, വേർഡ് എത്തോസിൽ നിന്നാണോ എന്നുള്ളതാണ്. ഈ വേർഡ് എത്തോസ് ഒക്കെ സെന്റൻസിൽ കണ്ടിട്ടുള്ളതാണ്. ഈ 3 വേർഡുകളിൽ നിന്നുമാണ് എത്തിക്സ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ്, കൺസ്യൂമർ റൈറ്റ്സ് ഇൻ ഇന്ത്യ നോട്ട് ഇൻക്ലൂഡ്. ഈ പറയുന്ന 4 കാര്യത്തിൽ ഈ കൺസ്യൂമർ റൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നാണ്? സേഫ്റ്റി, സെക്യൂരിറ്റി, ഇൻഫോംഡ് റിഡ്രസൽ. സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാങ്ങുന്ന സാധനങ്ങൾ സേഫ് ആയിരിക്കണം. സെക്യൂരിറ്റി, ഇൻഫോംഡ് എന്ന് വെച്ചാൽ അവർ കാര്യങ്ങളൊക്കെ അറിയണം. റിഡ്രസൽ, അവർക്ക് തിരിച്ചു പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അതും കേൾക്കണം. സോ ഇത് 3 ഉണ്ടടെ. സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൺസ്യൂമർ റൈറ്റ്സിനകത്തിൽ ഇല്ല. സെക്യൂരിറ്റിയാണ് അതിനകത്തിൽ ഓഡ് വൺ ഔട്ട്. ബാക്കി 3ഉം കൺസ്യൂമർ റൈറ്റ്സിനകത്തിൽ ഉള്ളതാണ്. ആർഗ്യുമെന്റ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡ്സ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതിന് കുറേ പേര് പറയുന്നത് എന്തിനാ സോഷ്യലി റെസ്പോൺസിബിൾ ആവുന്നത് ബിസിനസ്? അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യണ്ട, അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിളിനെതിരാണ്, അത് സമയം കൺസ്യൂമിങ് ആണ്, അതിന് കൃത്യമായിട്ട് അതിന് മെഷറബിൾ അല്ല എന്നൊക്കെ പറയും. കുറേ പേര് സോഷ്യലി റെസ്പോൺസിബിൾ ആവണ്ടെന്ന് പറയും. പക്ഷെ കുറേ പേര് സോഷ്യലി റെസ്പോൺസിബിൾ ആവണം എന്ന് പറയും. നമുക്കൊക്കെ ഓരോരോ അഭിപ്രായം കാണാം. അപ്പോൾ ഇവിടെ പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആർഗ്യുമെന്റ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എഗൻസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ചേഞ്ചിങ് സോഷ്യൽ വാല്യൂസ്, ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ട്, ഹൈ കോസ്റ്റ്, ഡിഫിക്കൾട്ട് ടു മെഷർ. സോഷ്യൽ വാല്യൂ ചേഞ്ച് ആവും,
ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ടാണോ, ഹൈ കോസ്റ്റ് ആണോ, ഡിഫിക്കൽട്ടി ടു മെഷർ ആണോ? ഇതിനകത്തിൽ 4 സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ചേഞ്ചിങ് സോഷ്യൽ വാല്യൂ. ഇത് മാത്രമല്ല അതിനകത്തിൽ പോസിറ്റീവ് സെൻറ്റൻസ് ഉള്ളൂ. ലാക്ക് ഓഫ് പബ്ലിക് സപ്പോർട്ട് അതൊക്കെ അവർ എഗൻസ്റ്റ് ആണ്. ഹൈ കോസ്റ്റ് എന്ന് പറയുന്നത് എഗൻസ്റ്റുകാർ പറയുന്നതാണ്. ഡിഫിക്കൽട്ട് ടു മെഷർ എഗൻസ്റ്റുകാർ പറയുന്നതാണ്. 4 മാത്രമാണ്, അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമാണ് പറയുന്നത് ചേഞ്ച്, നമ്മുടെ സോഷ്യൽ വാല്യൂ ചേഞ്ച് ആവില്ലേ, അതുകൊണ്ട് ചെയ്യണം എന്ന് പറയും. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിനകത്തിൽ വരുന്ന, കോർപ്പറേറ്റ് ഗവർണൻസ് അറിയാമല്ലോ, എത്തിക്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. കോർപ്പറേറ്റ് ഗവർണൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻക്ലൂഡ്സ് internal control, rights of shareholders, compensation, protection of interest of stakeholders. Choose most appropriate answer. അപ്പോൾ ഇതിനകത്തിൽ കോർപ്പറേറ്റ് ഗവർണൻസിനകത്തിൽ വരുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സും റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സും. ബി ആൻഡ് ഡി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ബാക്കി കാര്യങ്ങളൊന്നും കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പരിധിയിലുള്ളിൽ വരുന്നതല്ല. ഇന്റേണൽ കൺട്രോളും കോമ്പൻസേഷൻ ഒന്നും എവിടെ വരുന്നതല്ല, കോർപ്പറേറ്റ് ഗവർണൻസിന്റെ പരിധിക്കുള്ളിൽ വരുന്നതല്ല. ഏത് മാത്രമേ ഉള്ളൂ? റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സും പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സും മാത്രമാണ്. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും അറിയാലോ. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നു. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എനി പേഴ്സൺ ഹു ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിസിനസ്. അതാണ് അപ്പോൾ അവരുടെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ സോ ബി ആൻഡ് ഡി ആസ് ദ ആൻസർ. Which of the following is not correct with regard to the consumer exploitation? ഈ താഴെ പറയുന്നതിൽ കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷനിൽ വരാത്ത എന്താണ്? ഓക്കെ, സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പ്രൊമോട്ടിംഗ് കൺസ്യൂമർ അവയർനെസ് അത് എക്സ്പ്ലോയിറ്റേഷൻ അല്ല. അഡൾട്രേറ്റഡ് ഗുഡ്സ്, മായം കലർന്ന സാധനങ്ങൾ, സപ്ലൈ ഓഫ് അഡൾട്രേറ്റഡ് ഫുഡ്സ് അത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഹൈ പ്രൈസ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പോൾ ഇതിനകത്തിൽ നോട്ട് കറക്റ്റ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലാതെ വരുന്നത് പ്രൊമോട്ടിംഗ് കൺസ്യൂമർ അവയർനെസ്, ഓപ്ഷൻ ബി ആണ് കേട്ടോ. നമുക്കിതൊക്കെ അറിയാം, പക്ഷെ എന്നിരുന്നാലും ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന രീതി കണ്ടോ? നെഗറ്റീവ് അല്ലാത്തത്, പോസിറ്റീവ് ഏതാണെന്ന് ചോദിക്കേണ്ടതിന് നെഗറ്റീവ് അല്ലാത്തത് ഏത്, കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ ഏതാണെന്നുള്ള ഒരു മൈൻഡിൽ നിൽക്കും. അതല്ലാത്തത് ഏതാണെന്നുള്ള ഒരു ഇതിൽ പോകണം. സോ പോസിറ്റീവാണ്, ഡബിൾ നെഗറ്റീവാണ്. അപ്പോൾ പോസിറ്റീവാണ് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക് ഇൽ ഇഫക്ട്സ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിൻ്റെ എക്കണോമിക് ഇൽ ഇഫക്ട്സ് ആണ് എന്തൊക്കെയാണെന്നുള്ള. എക്കണോമിക് ഇൽ ഇഫക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ക്രിയേഷൻ ഓഫ് അൺനെസസറി കോമ്പറ്റീറ്റീവ് വാർ, ഒരു ആവശ്യമില്ലാത്ത ഒരു കോമ്പറ്റീറ്റീവ് വാർ ഉണ്ടാവുന്നു. ഡിസ്ക്രിമിനേഷൻ എമംഗ് പീപ്പിൾ ലീഡിങ് ടു കോൺഫ്ലിക്ട്സ്, പീപ്പിൾസിൻ്റെ ഇടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്നു, അവരുടെ ഇടയിൽ ഒരു വഴക്കുണ്ടാവുന്നു. ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് അൾട്ടിമേറ്റ്ലി എഫക്ട്സ് പ്രൈസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓൾ ഓഫ് ദീസ് എല്ലാം വരും ഇവിടെ. ഓൾ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എക്കണോമിക് ഇൽ ഇഫക്ട്സ് ഓഫ് അഡ്വർടൈസ്മെന്റ് അതിൽ എല്ലാം വരും. കീ ഏരിയാസ് ഓഫ് CSR. CSR എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഐഡന്റിഫൈഡ് ത്രൂ. ഇതിനകത്തിൽ നമുക്ക് ഏതിനകത്തിലാണ് CSRന്റെ ഇമ്പാക്റ്റ് വരാത്തത്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്? നാഷണൽ ഇഷ്യൂസിൽ നമുക്ക് അറിയാൻ പറ്റും CSR എന്തൊക്കെയാണെന്നുള്ളത്. സോഷ്യൽ സ്കാനിങ് അറിയാൻ പറ്റും. കറപ്ഷൻസിൽ അറിയാൻ പറ്റില്ല. സോഷ്യൽ ഓഡിറ്റ് എടുത്താലും അറിയാൻ പറ്റും. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒരു കറപ്ഷൻ നടക്കുമ്പോൾ അവിടെ എന്താണ് എന്നുള്ള CSR അവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റൂല. Which of the following are correct with regard to arguments against social responsibility? Against social are correct. അപ്പോൾ are correct എന്നാണ്. or not correct ആണെങ്കിൽ പിന്നെ അവിടെ പ്രശ്നമായി. എഗെയിൻസ്റ്റ് സോഷ്യൽ ആയിട്ടുള്ളതിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ക് ചെയ്യണം. ഹൈ കോസ്റ്റ് പിക്ക് ചെയ്യാം, വെൽഫെയർ സ്റ്റേറ്റ് പിക്ക് ചെയ്യാൻ പറ്റില്ല, എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ പിക്ക് ചെയ്യാം, ലോങ് റൺ ബെനിഫിറ്റ് പറ്റില്ല, ഡിഫിക്കൽട്ട് ടു മെഷർ പിക്ക് ചെയ്യാം. ACE എവിടെയാ ഓപ്ഷൻ?
ACE, ഓപ്ഷൻ ഡി, ACE ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ACE. ബാക്കി രണ്ടും വായിച്ചെങ്കിലും പോസിറ്റീവ് അല്ലേ, 4 അല്ലല്ലോ. എഗൻസ്റ്റ് അല്ലേ, എഗൻസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് എഗൻസ്റ്റ് ആണ്. അതായത് എഗൻസ്റ്റ് ആർഗ്യുമെന്റ്സ് എഗൻസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കറക്റ്റായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിൽ കറക്റ്റ്. ഇത് രണ്ടും 4 ആണ് കേട്ടോ, വെൽഫെയർ സ്റ്റേറ്റും ലോങ് റൺ ബെനിഫിറ്റും. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യും. കോർപ്പറേറ്റ് ഗവർണൻസ് തിയറീസ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. കോർപ്പറേറ്റ് ഗവർണൻസ് തിയറിക്ക് അതിൽ വരാത്ത തിയറി ഏതാണ്? ഓക്കെ, ഇത് സ്റ്റുവർഡ്ഷിപ്പ് തിയറി, ഏജൻസി തിയറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, നീഡ് ഹയറാർക്കി തിയറി. ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നീഡ് ഹയറാർക്കി തിയറിയാണ്, അതൊരു മോട്ടിവേഷൻ തിയറിയാണ്. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ തിയറി അല്ല, നീഡ് ഹയറാർക്കി തിയറി വേറെയാണ്. ഓക്കെ, ബാക്കി സ്റ്റുവർഡ്ഷിപ്പ് ഇതൊക്കെ എന്താണ് CSRൻ്റെ പറ്റിയും കോർപ്പറേറ്റ് ഗവർണൻസുകളെ പറ്റിയിട്ട് പറയുന്ന പല തിയറിയാണ്. നീഡ് ഹയറാർക്കി തിയറിയാണ് അതിനകത്തിൽ ഇല്ലാത്തത്. ഓക്കെ, താങ്ക് യു.